ഹലോ ഗൈസ്, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു വുമൻസ് അധികം വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത മാൻലി ലുക്ക് വരുമോ, മാൻലി അപ്പിയറൻസ് ഉള്ള ബോഡി ബിൽഡേഴ്സിനെയോ ഇൻഫ്ലുവൻസിനെയോ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് എക്സസൈസ് ചെയ്ത് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മാൻലി ലുക്ക് വന്നതെന്ന് വിചാരിച്ച് പേടിക്കേ വേണം. വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് മാത്രമൊന്നുമല്ല ഇങ്ങനെ ഒരു മാൻലി അപ്പിയറൻസ് ഉണ്ടാക്കിയെടുത്തത്. മെയിൽ ഹോർമോൺസ്, സ്റ്റിറോയിഡ്സ്, വുമൻസ് കൺസിസ്റ്റൻസി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത ബോഡി ഫിറ്റ് ആയിട്ടിരിക്കും, ബോഡി വിൽ ടോൺ ഡൗൺ, ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി കൂടും, എല്ലാം കൂടാതെ സ്ട്രെങ്ത് ബിൽഡ് ആവും. ഇത്ര നാൾ വർക്ക്ഔട്ട് ചെയ്താലും നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മാൻലി അപ്പിയറൻസ് വരത്തേയില്ല. ഈ ഒരു റീസൺ കൊണ്ട് ജിമ്മിൽ പോവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഇത് അയച്ചു കൊടുക്കും. ടെസ്റ്റോസ്റ്റെറോണിന്റെ ഈസ്ട്രോജനിന്റെ വ്യത്യാസം അറിയാത്ത ചെങ്ങായിമാർ ഇപ്പോഴും ഉണ്ട്. നീ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ, നിന്റെ മസിൽസ് കാണിച്ച് മസിലൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? എക്കാളും ഉണ്ടല്ലോ ജിമ്മിൽ പോവാത്ത എനിക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. ടെസ്റ്റോസ്റ്റെറോണിന്റെ ശരീരത്ത് കുറവായിരിക്കും. ബോയ്സിന്റെ അത്ര എത്ര വർക്ക്ഔട്ട് ചെയ്താലും ഗേൾസിന് മസിൽസ് വരില്ല.